ഒരു വ്യക്തിയുടെ പാപം ക്ഷമിക്കുന്നതാണോ ബുദ്ധിമുട്ടുള്ളത്? അതോ പക്ഷപാതം പിടിച്ചു കിടക്കുന്ന രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതാണോ ബുദ്ധിമുട്ട്? എന്തു പറയുന്നു? ശരി, പക്ഷപാതം പിടിച്ചതായ രോഗിയെ സൗഖ്യമാക്കി നടത്തുന്നതിനേക്കാൾ പാപം ക്ഷമിക്കുന്നതാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? ഓക്കേ. പാപങ്ങൾ ക്ഷമിക്കുന്നതിനേക്കാൾ പക്ഷപാതം പിടിച്ചതായ രോഗിയോട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ എഴുന്നേൽപ്പിച്ച് നടക്കുന്നതാണ് ബുദ്ധിമുട്ടെന്ന് പറയുന്നവർ? റൈറ്റ്. ഏതാണെന്ന് അറിയില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ കണ്ടേക്കാം. അവർ പോട്ടെ. സഹോദര സഹോദരി, വിഷയം നമുക്ക് തെളിയിക്കാം. കാരണം ഇത് വളരെ അത്യാവശ്യമാണ്. യേശു വന്ന് ശാസ്ത്രികളോട് ചോദിച്ചു, പക്ഷപാതം പിടിച്ച രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതാണോ ബുദ്ധിമുട്ട്, അതോ അവന്റെ പാപം ക്ഷമിക്കുന്നതാണോ ബുദ്ധിമുട്ട്? നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? നിങ്ങൾ പറയുക. പക്ഷപാതം പിടിച്ചു കിടന്നതായ വ്യക്തിയെ കണ്ടുകൊണ്ട് യേശു എന്താണ് പറഞ്ഞത്? എഴുന്നേൽക്ക. അപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റിരുന്നു. ഒരു നിമിഷം കൊണ്ട് പക്ഷപാതം പിടിച്ചു കിടന്നവനെ എന്റെ കർത്താവ് യേശുക്രിസ്തു എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി. മരിച്ച് അടക്കം ചെയ്ത് നാറ്റം വമിച്ചവനായ ലാസറിനോട് വെളിയിൽ വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചതായ ലാസറിന്റെ ഉള്ളിലേക്ക് ജീവനുണ്ടായി. ലാസറിന് ശ്വാസമുണ്ടായി. ആ ശവം എഴുന്നേറ്റ് നടന്നു പുറത്തേക്ക് വരുവാനിടയായി. ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ: ലാസറേ, പുറത്തുവാ. നിമിഷനേരം കൊണ്ട് മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റ് വന്നു. പ്രിയ സഹോദര സഹോദരി, ഭൂമി ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഭൂമി ഉണ്ടായി. ഭൂമിയിൽ സകല വിധത്തിലുള്ള സസ്യലതാദികൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സസ്യലതാദികൾ ഉണ്ടായി. സമുദ്രമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ജലാശയത്തിൽ സകലവിധ ജീവികളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നക്ഷത്രങ്ങളുണ്ടായി. അവന്റെ വാക്കിൽ ശക്തിയുണ്ട്. അവന്റെ വാക്കിൽ എന്തു ചെയ്യുവാനും കഴിയുന്നതായ ശക്തിയുണ്ട്. എന്നാൽ അന്ന് യേശുക്രിസ്തു ഒരു ചോദ്യം ചോദിച്ചു: ഒരു വ്യക്തിയുടെ പാപം ക്ഷമിക്കുന്നതാണോ എളുപ്പം, അതോ ആ വ്യക്തിയുടെ രോഗം സൗഖ്യമാക്കുന്നതാണോ എളുപ്പം? നിങ്ങൾക്കെന്തു തോന്നുന്നു എന്ന് ചോദിച്ചു. പ്രിയ സഹോദര സഹോദരി, ദയവ് ചെയ്ത് കേൾക്കുക. പക്ഷപാതം പിടിച്ച് കിടപ്പിലായ ആ രോഗിയെ യേശുവിനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഒരു നിമിഷം മതിയായിരുന്നു. എഴുന്നേൽപ്പീൻ. അപ്പോൾ തന്നെ എഴുന്നേറ്റു. എന്നാൽ മനുഷ്യൻ ചെയ്തതായ പാപത്തിൽ നിന്നും അവനെ വിടുവിക്കുവാനായി യേശുക്രിസ്തുവിന് സ്വർഗത്തെ വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടതായിട്ട് വന്നു. അത് നിങ്ങൾ ഓർക്കുക. ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപം എടുത്തുകൊണ്ട് തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് പശുത്തൊട്ടിയിൽ വന്ന് ജനിക്കേണ്ടി വന്നു. പാപം അറിയാത്തവനായ മഹാദൈവം, അവൻ പാപം ചെയ്തിട്ടില്ല. എന്നാൽ ഞാനും നിങ്ങളും നിമിത്തമായി പാപം ചെയ്തവനെപ്പോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അവൻ ഉപദ്രവിക്കപ്പെട്ടു. അവന്റെ മുഖത്ത് തുപ്പി, ചാട്ടവാറടികൾ ഏറ്റുവാങ്ങി, മുൾക്കിരീടം ധരിക്കേണ്ടതായിട്ട് വന്നു. കുന്തം കൊണ്ട് കുത്തേൽക്കേണ്ടി വന്നു. അന്യായമായ വിധി കേൾക്കേണ്ടതായി വന്നു. യെരുശലേമിൽ കൂടി ഭാരമേറിയ ക്രൂശ് ചുമക്കേണ്ടി വന്നു. 3 ആണികളുടെ മേൽ ക്രൂശിൽ തൂങ്ങേണ്ടി വന്നു. ആകാശത്തിനും ഭൂമിക്കും മധ്യയിൽ, ദൈവത്തിനും മനുഷ്യനും മധ്യയിൽ അവന്റെ പ്രാണനെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾക്കും എനിക്കും വേണ്ടത് സൗഖ്യമായിരുന്നുവെങ്കിൽ, സുഖമായിരുന്നുവെങ്കിൽ, സന്തോഷമായിരുന്നുവെങ്കിൽ യേശുവിന് സ്വർഗത്തെ വെട്ടി ഭൂമിയിലേക്ക് വരേണ്ടതായ കാര്യം ഇല്ലായിരുന്നു. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി നിന്റെ രോഗം മാറുവാൻ. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതിയാകും നിന്റെ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി നീ ചെയ്യുന്നതായ ശ്രമങ്ങൾക്ക് നിനക്ക് വിജയം ലഭിക്കുവാൻ. എന്നാൽ കേൾക്കുക, അവനെ ലോകത്തിലേക്ക് വന്നതിൻ്റെ കാരണമറിയാമോ? ഞാനും നിങ്ങളും ചെയ്തതായ പാപപ്രവർത്തികൾക്ക് ശിക്ഷ വരാൻ പോകുന്നു. ഞാനും നിങ്ങളും എല്ലാവരും ലൈനായിട്ട് ഓരോ ചുവട് വെച്ച് മുൻപോട്ട് പോവുകയാണ്. ഓരോ സെക്കൻഡിലും 2 പേർ വീതം നരകത്തിലേക്ക് പോകുന്നു. ഓരോ മിനിറ്റിലും 120 പേർ നരകത്തിലേക്ക് പോകുന്നു. അവർ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ലൈനിൽ തന്നെയാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. നമ്മൾ ചെയ്ത പാപപ്രവർത്തികൾ കാരണമാണ് നമ്മൾ നരകത്തിലേക്ക് കടന്നു പോകുന്നത്. ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപപ്രവർത്തികൾ നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, നമ്മൾ നരകത്തിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടേയെങ്കിൽ
എന്ത് സംഭവിക്കണം? ഞാനും നിങ്ങളും ചെയ്തതായ പാപത്തിന് ക്ഷമ ലഭിക്കണം. ശിക്ഷിക്കപ്പെടുന്ന നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നിന്റെ കുറ്റം ക്ഷമിക്കപ്പെടണം. ശരിയല്ലേ? നീ ഒരു തെറ്റ് ചെയ്തു. പിതാവ് നിന്നെ അടിക്കുവാനായിട്ട് ഒരു വലിയ വടിയുമായി വരുന്നു. അപ്പോൾ നിനക്കടി ലഭിക്കാതിരിക്കണമെങ്കിൽ പിതാവ് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് അടികൊള്ളാതിരിക്കാം. ശരിയല്ലേ? നമ്മുടെ ദൈവവും അതാണ് ചിന്തിച്ചത്. ചെയ്തു കൂട്ടിയ സകല പാപപ്രവർത്തികൾക്കും പകരമായി മനുഷ്യൻ നരകശിക്ഷ അനുഭവിക്കുന്നു. ആ മനുഷ്യനോട് ഞാൻ ക്ഷമിച്ചാലോ, മനുഷ്യൻ ചെയ്തതായ പാപപ്രവർത്തികൾ കൊണ്ട് അവന് വരേണ്ടിയിരിക്കുന്ന ശിക്ഷ അവന് വരാതിരിക്കണമെങ്കിൽ ഞാൻ അവനോട് ക്ഷമിച്ചാൽ മതി. അതുകൊണ്ട് ദൈവം എന്തു ചെയ്തു? മനുഷ്യനോട് ക്ഷമിക്കണം എന്ന് തീരുമാനമെടുത്തു. ക്ഷമിക്കണമെന്ന് തീരുമാനമെടുത്തപ്പോൾ സിമ്പിളായിട്ട് ക്ഷമിക്കുക എന്നത് സാധ്യമാകുന്നുണ്ടോ? ദയവചത് ശ്രദ്ധിക്കുക. ലളിതമായ രീതിയിൽ പറയാം. നിങ്ങളുടെ കയ്യിൽ ബൈക്കുണ്ട്, എന്നാൽ എനിക്ക് ബൈക്കില്ല. എനിക്കൊരു അത്യാവശ്യമായൊരു എക്സാം എഴുതേണ്ടിയിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അരികിൽ വന്നിട്ട് പറയുകയാണ്, ബ്രദർ, എനിക്ക് ഉപയോഗിക്കാൻ നിങ്ങളുടെ ബൈക്കൊന്ന് തരുമോ? എനിക്ക് ഒരു ദിവസത്തിനേക്ക് മതി. കാരണം പട്ടണത്തിൽ പോയി എനിക്ക് എക്സാം എഴുതണം. സമയം പോവുകയാണ്. നിങ്ങളുടെ ബൈക്ക് എനിക്കൊന്ന് നൽകാമോ? അപ്പോൾ നിങ്ങളിങ്ങനെ പറയുകയാണ്, ബൈക്ക് തരാം, എന്നാൽ ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിയ പുതിയ ബൈക്കാണ്, വളരെ വില കൂടിയ ബൈക്കാണ്. അതുകൊണ്ട് കുറച്ച് നിങ്ങൾ സൂക്ഷിച്ച് കൊണ്ടുപോയിട്ട് കൊണ്ടുവരണമെന്ന് പറയുവാനിടയായി. അയ്യോ, അതൊന്നും പേടിക്കണ്ട, കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ കടന്നുപോയി എക്സാം എഴുതി. ഇപ്പോൾ ബൈക്ക്, അതും പുതിയ ബൈക്ക്. എന്താണ്? വില കൂടിയതായ ബൈക്ക്. അതിൻ്റെയൊക്കെ കുറേയൊക്കെ ഒന്ന് ഷോ കാണിക്കേണ്ടതല്ലേ? കോളേജിൻ്റെ മുൻപിൽ വെച്ച് അവിടെ ഉണ്ടായിരിക്കുന്ന കൂട്ടുകാരുടെ മുൻപിൽ വെച്ച് റൈ എന്ന് പറഞ്ഞ, നിങ്ങൾക്കറിയാമല്ലോ അവരുടെ കാര്യം. റൈ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് വീല് ഉയർത്തി ഓടിച്ചിട്ട് അപകടം വരുത്തിവെച്ചു. വണ്ടി പീസായി. ബൈക്ക് മുഴുവനും തുക്കടയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ആ വണ്ടി ആരുടേതാണ്? നിങ്ങളുടെ വണ്ടിയാണ്. ഞാൻ എന്താണ് ചെയ്തത്? അത് അപകടപ്പെടുത്തി. മൊത്തം പൊളിഞ്ഞുപോയ ആ വണ്ടിയെ ഒരു ഓട്ടോയിലോ ഏതോ ഒരു വണ്ടി വിളിച്ചു കൊണ്ടുവന്നു. കണ്ട് ഞെട്ടിപ്പോയി നിങ്ങൾ. എന്താണ്? പൊന്നുപോലുള്ള എൻ്റെ വണ്ടി കൊണ്ടുപോയിട്ട് എന്താണ് സംഭവിച്ചത്? അത് പിന്നെ എന്ത് പറയാനാണ്? അപകടം വരാനിടയായി. അബദ്ധം സംഭവിച്ചു, അപകടം പറ്റി. ഞാൻ അന്നേരമേ പറഞ്ഞതല്ലേ, പുതിയ വണ്ടിയാണ്, കഴിഞ്ഞ ദിവസമാണ് വാങ്ങിച്ചത്, വില കൂടിയ വണ്ടിയാണ്, സൂക്ഷിച്ചോടിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. ഇങ്ങനെ അപകടം വരുത്തി വെച്ച് എന്തു ചെയ്യും? ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ രണ്ട് വഴികൾ ഉണ്ട്. ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, മുൻപേ പറഞ്ഞതാണ്, വില കൂടിയ വണ്ടിയാണെന്നും പുതിയ വണ്ടിയാണെന്നും സൂക്ഷിക്കണമെന്നുമൊക്കെ. ഇത്രയും പറഞ്ഞിട്ട് നീ സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് കൊണ്ടുപോയി മുഴുവനും നന്നാക്കിക്കൊണ്ട് എനിക്ക് തരിക, അല്ലെങ്കിൽ എനിക്ക് പുതിയ വണ്ടി വാങ്ങിത്തരണം. അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും. അതല്ലേ നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ഞാൻ പറയുകയാണ്, ബ്രദർ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഐ ആം സോറി, ക്ഷമിക്കണം. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് പണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങുമായിരുന്നു. പണമില്ലാത്തത് കൊണ്ടാണ് സൈക്കിൾ പോലും വാങ്ങിക്കാൻ കഴിയാത്തത്. ഇപ്പോൾ ഞാൻ അപകടം വരുത്തിവെച്ചതാണ്, അത് സത്യമാണ്. നിങ്ങൾ കാല് പിടിച്ച് ഞാൻ ചോദിക്കുകയാണ്, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഇപ്പോഴിത് നന്നാക്കിയെടുക്കുവാനോ അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി വാങ്ങിത്തരുവാനോ എൻ്റെ കയ്യിൽ നയാ പൈസ പോലും ഇല്ല ബ്രദർ. ദയവചെയ്ത് എന്നോട് ക്ഷമിക്കണമേ ബ്രദർ എന്ന് പറഞ്ഞ് കൈകാൽ പിടിക്കുകയാണ് ഞാൻ. അപകടം വരുത്തിവെച്ചതാരാണ്? ഞാനാണ്. ആ വണ്ടി നശിപ്പിച്ചതാരാണ്? ഞാനാണ്. അത് റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്, വാസ്തവത്തിൽ അതിൻ്റെ വില കൊടുക്കേണ്ടത് ആരാണ്? ഞാനാണ്. എന്നാൽ അതിനുള്ള പണം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ കാല് പിടിച്ചുകൊണ്ട്, ബ്രദർ എന്നോട് ക്ഷമിക്കണമേ ക്ഷമിക്കണമേ എന്ന് പറയുന്നു. എന്നാൽ ഞാനൊരു പാവപ്പെട്ടവനാണെന്നും എൻ്റെ കയ്യിൽ പണമില്ല എന്നും അത് റിപ്പയർ ചെയ്യിക്കുവാനോ പുതിയ വണ്ടി വാങ്ങിത്തരാനോ ഉള്ള ശേഷിയില്ല എന്നും നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട്, എൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, ശരി ബ്രദർ, എന്തു ചെയ്യാം? ശരി, നിങ്ങൾ പൊയ്ക്കോ, ക്ഷമിച്ചിരിക്കുന്നു, പോവുക എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ തന്നെ അത് നന്നാക്കിയെടുക്കണ്ടേ? ശരിയാണോ? ആവശ്യമില്ല. നന്നാക്കേണ്ടതായ പണം ഞാൻ മുടക്കണമോ? ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ പറയും, ഓ ദൈവമേ, എന്താണ്?
ദീർഘശ്വാസം വിടും. ഞാൻ അടയ്ക്കേണ്ടതായ പണം അടയ്ക്കേണ്ടതില്ല, നന്നാക്കേണ്ടതായ കാര്യം ഇല്ല, ദൈവമേ സഹായിച്ചല്ലോ എന്ന് പറയും. 2 കരങ്ങളും കൂപ്പി നന്ദിയുണ്ട്, നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൗനമായിട്ട് പോയി. ഇപ്പോഴാ ബൈക്കിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മെക്കാനിക്കിൻ്റെ അരികിൽ കൊണ്ടുപോകുന്നു. അയാൾ നോക്കിയിട്ട് പറയുകയാണ്, എന്താണ് സംഭവിച്ചത്? ഇതൊരു പുതിയ വണ്ടിയായിരുന്നല്ലോ. നിങ്ങൾ കാര്യങ്ങൾ പറയുന്നു, ഫ്രണ്ടിന് കൊടുത്തതാണ്, അവൻ അപകടം വരുത്തി വെച്ചതാണെന്നൊക്കെ പറയുന്നു. റിപ്പയർ ചെയ്ത് തരണം. ശരി, ഏകദേശം ഒരു 50,000 അല്ലെങ്കിൽ 60,000 രൂപയോളം ചിലവാകും. ഇപ്പോഴീ 50,000 60,000 രൂപ ആരാണ് അടയ്ക്കേണ്ടത്? പറയൂ. നിങ്ങളാണോ അതോ അപകടം വരുത്തിവെച്ചതായ ഞാനാണോ? നിങ്ങൾ ക്ഷമിച്ചില്ലായിരുന്നുവെങ്കിൽ ആ 50,000 60,000 രൂപ ഞാൻ തന്നെ അടയ്ക്കേണ്ടിയിരുന്നു. നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ മടങ്ങിപ്പോയല്ലോ. ഇപ്പോഴാ ബൈക്ക് നന്നാക്കിയെടുക്കുവാനായിട്ട് 50,000 60,000 ചിലവാകുമെന്ന് മെക്കാനിക്ക് പറഞ്ഞുവല്ലോ. ഇപ്പോഴാ പണം മുടക്കേണ്ടത് ആരാണ്? പറയുക. ആരാണ്? ക്ഷമിച്ചതായ നീ തന്നെ അടയ്ക്കണം. ക്ഷമിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ അടയ്ക്കേണ്ടിയിരുന്നു. എന്നാൽ ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾ അടയ്ക്കണം. ശരിയല്ലേ? പ്രിയ സഹോദരാ സഹോദരി, പക്ഷപാതം പിടിച്ച് കിടപ്പിലായ മനുഷ്യനെ സൗഖ്യപ്പെടുത്തുന്നതാണോ ബുദ്ധിമുട്ടുള്ള കാര്യം? അതോ ഒരു പാപിയുടെ പാപം ക്ഷമിക്കുന്നതാണോ ബുദ്ധിമുട്ടുള്ളത് എന്ന് യേശു അന്ന് ചോദിച്ചു. വാസ്തവം എന്താണ്? യേശുക്രിസ്തുവിന് പക്ഷപാതം പിടിച്ച രോഗിയെ സൗഖ്യമാക്കുന്നത് ചെറിയൊരു കാര്യമേയുള്ളൂ. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോഴേ അവൻ എഴുന്നേറ്റു. എന്നാൽ പാപിയായ മനുഷ്യന്റെ അവൻ ചെയ്തതായ പാപങ്ങൾ ക്ഷമിക്കുവാനായി യേശുക്രിസ്തുവിന് സ്വർഗത്തെ വിട്ടിട്ട് ഭൂമിയിലേക്ക് വരേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ നാം എല്ലാവരും ഒരു ലൈനിലാണ്. എവിടെ പോകുന്ന ലൈനാണ്? കെടാത്ത തീയും ചാകാത്ത പുഴുക്കളും എപ്പോഴും പല്ലുകടിയും കരച്ചിലുമുള്ള ഭയങ്കരമായ നരകത്തിലേക്ക് പോകുന്ന ലൈനിലാകുന്നു. ഓരോ സെക്കൻഡിലും 2 പേർ വെച്ച് പോകുന്നു. ഓരോ മിനിറ്റിലും 120 പേർ വെച്ചാണ് നരകത്തിലേക്ക് പോകുന്നത്. എന്നാൽ ദൈവം ഒരു തീരുമാനമെടുക്കുവാനിടയായി. എന്താണെന്ന് വെച്ചാൽ, ഇവർ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണല്ലോ നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത്. എന്നാൽ നരകത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്ന ഇവർ നരകത്തിലേക്ക് പോകാതിരിക്കുവാനായി അവർ ചെയ്തതായ പാപം ക്ഷമിച്ചാൽ അവർ പോകേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ചാൽ മതിയാകുമല്ലോ. ഇങ്ങനെ ദൈവം ഒരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ ഒരു പ്രശ്നമുണ്ടാവുകയാണ്. എന്താണ്? ഒരുപക്ഷേ അവർ ചെയ്തതായ പാപം കാരണം വരേണ്ടിയിരിക്കുന്നതായ മരണം, അവരുടെ മരണശിക്ഷയിൽ നിന്നും അവരെ വിടുവിക്കണമെന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമിക്കണം. ഒരുപക്ഷെ ഞാൻ അവരോട് ക്ഷമിക്കുകയാണെങ്കിൽ അവർ ഏൽക്കേണ്ടിയിരിക്കുന്നതായ ശിക്ഷ ഞാൻ തന്നെ ഏൽക്കേണ്ടി വരും. പ്രിയ സഹോദരാ സഹോദരി, ബൈക്ക് അപകടപ്പെടുത്തിയത് ഞാനാണ്. അത് നന്നാക്കിയെടുക്കാനുള്ള 50,000 60,000 ചിലവാക്കേണ്ടത് ഞാനാണ്. നിങ്ങളെന്നോട് ക്ഷമിക്കുകയാണെങ്കിൽ ആ 50,000 60,000 നിങ്ങൾ തന്നെ അടയ്ക്കണം. പാപം ചെയ്തത് ഞാനാണ്. പാപത്തിന്റെ ശിക്ഷ എന്താണ്? നരകം. അതിൻ്റെ ശേഷം എന്താണ്? മരണം. എന്നാൽ പാപത്തിന്റെ ഫലമായി വരുന്ന ശമ്പളം, അതിൻ്റെ ഫലമായി വരുന്ന നരകശിക്ഷയെ യേശു ക്ഷമിക്കണമെന്നാഗ്രഹിച്ച സമയത്ത് ആരാണ് മറുവില കൊടുക്കേണ്ടത്? അവൻ തന്നെ കൊടുക്കണം. അതുകൊണ്ടായിരുന്നുവല്ലോ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. എന്തുകൊണ്ടാണ്? ഞാനും നിങ്ങളും ചെയ്തതായ സകല പാപങ്ങൾക്കും ഫലമായി നമുക്ക് വരേണ്ടിയിരുന്ന സകല ശിക്ഷയും തൻ്റെ മേൽ വഹിച്ചതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ക്ഷമ സൗജന്യമായി ലഭിക്കാനിടയായി. മനസ്സിലാകുന്നുണ്ടോ? അതായത് നിന്നോട് ക്ഷമിക്കുവാനായിട്ട് നിനക്ക് വരേണ്ടിയിരിക്കുന്നതായ ഭയങ്കരമായ നരകശിക്ഷയിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നതിനു വേണ്ടി യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ആ ശിക്ഷ സ്വയം ഏറ്റെടുത്തു. താൻ തന്നെ അതിൻ്റെ മറുവില കൊടുത്തു. താൻ തന്നെ അതിൻ്റെ മറുവിലയായി തന്നെ തന്നെ സമർപ്പിച്ചു. ഒരു യാഗമായി തന്നെ തന്നെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താണ്? ഭൗതികമായിട്ടുള്ളതായ ആവശ്യങ്ങളെ നിറവേറ്റുന്നതാണോ ദൈവത്തിന് എളുപ്പം? അതോ നീ ചെയ്തതായ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നതാണോ അവന് എളുപ്പം? ഭൗതികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ദൈവത്തിന് ക്ഷണം നേരം കൊണ്ട് മതിയാകും. എന്നാൽ നീ ചെയ്ത പാപപ്രവൃത്തികളിൽ നിന്നും നിനക്ക് വരേണ്ടിയിരിക്കുന്നതായ മരണശിക്ഷയിൽ നിന്നും നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി യേശുവിന് പ്രാണനെ കൊടുക്കേണ്ടി വന്നു. തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദയവ് ചെയ്ത് മനസ്സിലാക്കണം. നിങ്ങൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയാണ് വരേണ്ടത്? പറയൂ, എന്തിനു വേണ്ടി വരണം? ശാരീരികമായിട്ടുള്ളതായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതല്ല പ്രധാനമായ കാര്യം. ആത്മസംബന്ധമായ രക്ഷ,
ആത്മസംബന്ധമായ വിടുതൽ നേടിയെടുക്കാനായിട്ടാണ് നീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരേണ്ടിയിരിക്കുന്നത്. ആ രോഗിയെ കൊണ്ടുവന്നതിൻ്റെ കാരണമെന്താണ്? പക്ഷവാതത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ. എന്നാൽ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? നിന്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നെന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കുക, അവർ എന്തിനാണ് കൊണ്ടുവന്നത്? പക്ഷവാതത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ. എന്നാൽ യേശു എന്താണ് ചെയ്തത്? പക്ഷവാതത്തിന് കാരണമായിരിക്കുന്ന അവൻ്റെ പാപത്തെ ക്ഷമിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിന്നെ ഒരു പ്രശ്നം അലട്ടുന്നു എന്നിരിക്കട്ടെ, അത് മാറ്റിയെടുക്കാൻ ദൈവസന്നിധിയിലേക്ക് നീ കടന്നു വരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഉപേക്ഷ കാണിക്കുന്നു. നിങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ മകൻ നന്നായിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് അവൻ്റെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം അത്ഭുതം ചെയ്യണം. അത്ഭുതം എന്താണ്? ഞങ്ങളുടെ മകൻ നന്നായിട്ട് പഠിക്കണം. അതാണ് നിങ്ങളുടെ ആഗ്രഹം. എന്നാൽ നിങ്ങളുടെ മകൻ നന്നായിട്ട് പഠിക്കാതിരിക്കുന്നതിൻ്റെ കാരണമെന്താണ്? അവനൊരു പ്രേമബന്ധത്തിലായിരിക്കുന്നു. മനസ്സിലായോ? ഏതോ ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരിക്കുന്നു. എന്നാൽ നിങ്ങളെന്താണ് പറയുന്നത്? ഞങ്ങളുടെ മകൻ നന്നായി പഠിക്കേണ്ടതിന് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കൂ ബ്രദർ എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ നിങ്ങളുടെ മകൻ നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നത്, അതിനു മുമ്പ് അവൻ എന്താണ് ചെയ്യേണ്ടത്? ആ പ്രേമബന്ധത്തിൽ നിന്നും പുറത്തേക്ക് വരണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ നോക്കുന്നില്ല, നിങ്ങളുടെ മക്കളെയും നോക്കുന്നില്ല. ഉത്തരവാദിത്വമില്ലാതെ കറങ്ങി നടക്കുകയാണ്. കാരണം എന്താണ്? മദ്യപാനം. എൻ്റെ ഭർത്താവിന് വലിയൊരു മാറ്റമുണ്ടാകാൻ പ്രാർത്ഥിക്കണമേ ബ്രദർ എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് അവനിൽ സംഭവിക്കേണ്ടത്? അയാളുടെ ആ മദ്യപാനശീലത്തിൽ നിന്നും പുറത്തു വരണം. എൻ്റെ ഭർത്താവിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കണം, ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ആ രോഗത്തിൻ്റെ കാരണം എന്താണ്? അയാൾ മദ്യപിക്കുന്നത് കൊണ്ടാണ്. അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളെന്ത് പറയുന്നു? രോഗത്തിന് വിടുതൽ ലഭിക്കണമെന്ന് പറയുന്നു. എന്നാൽ യേശു എന്താണ് പറയുന്നത്? രോഗത്തിന് സൗഖ്യം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ അയാൾ മദ്യപാനത്തിൽ നിന്നും പുറത്തു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും, അതൊരു കുടുംബ പ്രശ്നമായിരിക്കാം, സാമ്പത്തികമായ പ്രശ്നമായിരിക്കാം, അത് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നമായിരിക്കാം. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപമാണ്. നിന്റെ ആരോഗ്യസ്ഥിതി നന്നായിരിക്കണം, നിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചമാകണം, നിന്റെ കുടുംബം പണിയപ്പെടണം, അത് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കണം. ഇങ്ങനെ പറഞ്ഞ അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ദൈവം എന്താണ്? ഇന്ന് നീ അനുഭവിക്കുന്നതായ പ്രശ്നത്തിന് കാരണമായ ആ പാപത്തെ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? നിന്നിൽ നിന്ന് തുടച്ചു നീക്കണമെന്നാണ് വിചാരിക്കുന്നത്. ചോദിക്കട്ടെ, സാമ്പത്തികമായി നിന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം എന്താണ് പറയുക? നിനക്കുണ്ടായിരിക്കുന്ന പാപത്തിൻ്റെ ശീലത്തിൽ നിന്നും വിടുവിക്കുന്നതാണ്. പ്രിയ സഹോദര സഹോദരി, അന്ന് യേശുവിൻ്റെ അരികിലേക്ക് പക്ഷവാത രോഗിയെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ വീണ് കിടക്കുന്നവനെ കണ്ടുകൊണ്ട് യേശു ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? അവൻ്റെ പാപത്തെ ക്ഷമിച്ചു. ഇന്ന് നിന്റെ പാപങ്ങളും നമ്മുടെ പാപങ്ങളും ക്ഷമിക്കപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചാലും അതിൻ്റെ പ്രയോജനം തൽക്കാലത്തേക്ക് മാത്രമാണ്. മനസ്സിലായോ? ഹൃദയം നന്നായി എന്ന് വിചാരിക്കുക. പാപത്തിൻ്റെ ശീലത്തിൽ നിന്നും നീ പുറത്തു വന്നു എന്നിരിക്കട്ടെ, നിനക്ക് സമാധാനത്തോടെ ജീവിക്കാം, സ്വസ്ഥതയോടെ ജീവിക്കാം, ആനന്ദത്തോടെ ജീവിക്കാൻ കഴിയും. പ്രിയ സഹോദരങ്ങളെ, ദയവുചെയ്ത് ഈ വിഷയം മനസ്സിലാക്കുക. ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ബൈക്ക് ഒരു മെക്കാനിക്കിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. മെക്കാനിക്കിൻ്റെ അരികിൽ കൊണ്ടുവന്ന് അതിൻ്റെ എൻജിൻ മെക്കാനിക്ക് നന്നാക്കുന്നു. ആ സമയത്ത് അയാൾ ചോദിക്കുകയാണ്, ഡോക്ടറെ, അങ്ങൊരു ഹൃദയരോഗ വിദഗ്ധനല്ലേ, ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന വ്യക്തിയല്ലേ, അങ്ങേക്കും എനിക്കും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് ചോദിച്ചു. ഞാനാണെങ്കിലോ എൻജിൻ റിപ്പയർ ചെയ്യുന്നു, നിങ്ങളുടെ ബൈക്കിൻ്റെ എൻജിൻ റിപ്പയർ ചെയ്യുന്നു. അങ്ങാണെങ്കിലോ മനുഷ്യൻ്റെ എൻജിൻ ഏതാണ്? ഹൃദയമാണല്ലോ. ആ ഹൃദയമാകുന്ന എൻജിനെ അങ്ങ് റിപ്പയർ ചെയ്യുന്നു. അങ്ങയുടെ ബൈക്കിൻ്റെ എൻജിൻ ഞാൻ നന്നാക്കുന്നു. ഞാനിത് റിപ്പയർ ചെയ്യുമ്പോൾ ബൈക്ക് സ്റ്റാർട്ടാകും. അതുപോലെ അങ്ങ് ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ മനുഷ്യൻ രക്ഷപ്പെടും. ഞാനും അങ്ങയുമൊക്കെ ഒരുപോലെയുള്ളവരാണ്.
എന്നാൽ അങ്ങയ്ക്ക് ആ ഡോക്ടർ എന്ന് പേരിട്ടിരിക്കുന്നു. ഇങ്ങനെയൊന്ന് താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ നോക്കി. ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഡോക്ടർ അത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനേ, നീ ചെയ്യുന്ന റിപ്പയറിനും ഞാൻ ചെയ്യുന്ന റിപ്പയറിനും വളരെ വ്യത്യാസമുണ്ട്. എന്താണ് ഡോക്ടറെ വ്യത്യാസം? നീ എൻ്റെ ബൈക്കിൻ്റെ എൻജിൻ നന്നാക്കുന്നത് എങ്ങനെയാണ്? ആ എൻജിൻ ഓഫ് ചെയ്തിട്ട് അത് നന്നാക്കുന്നു. ഞാൻ ഹൃദയം നന്നാക്കിയെടുക്കുന്നതായ സമയത്ത് പറയുക, നിന്റെ ഹൃദയം റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാനത് ഓഫ് ചെയ്യുകയാണെങ്കിൽ നീ മരിച്ചു പോകും. ആ ഹൃദയത്തെ ഓഫ് ചെയ്യാതെ തന്നെ നന്നാക്കിയെടുക്കുന്നത് കൊണ്ടാണ് എന്നെ ഡോക്ടർ എന്ന് വിളിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി, കേൾക്കുക, ഹൃദയം ഓഫ് ചെയ്യാതെ തന്നെ ഡോക്ടർ നന്നാക്കിയെടുക്കും. എന്നാൽ പരമപിതാവായിരിക്കുന്ന ദൈവം നീ മരിച്ചു പോകാതെ തന്നെ നിന്നെ രക്ഷിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവൻ ദൈവമായിരിക്കുന്നത്. മനസ്സിലായോ? നീ മരിച്ചതിന് ശേഷം നിന്നെ എങ്ങനെ നന്നാക്കാൻ കഴിയും? മരിച്ചതിന് ശേഷം എന്തെങ്കിലും മാറ്റിയെടുക്കാൻ കഴിയുമോ? നീ മരിക്കുന്നതിന് മുൻപ് തന്നെ നിന്നെ നന്നാക്കിയെടുക്കണം എന്ന് എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിനുണ്ടായിരിക്കുന്നതായ പ്രശ്നത്തെ മാറ്റിയെടുക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവൻ പരമ വൈദ്യനാണ്. നീ മരിക്കുന്നതിന് മുൻപ് തന്നെ, നീ പോകുന്നതിന് മുൻപ് തന്നെ നിന്റെ ഹൃദയത്തിൻ്റെ പ്രശ്നത്തെ മാറ്റിയെടുക്കണം. ഹൃദയത്തിൻ്റെ പ്രശ്നം എന്താണ്? പാപം. ആ പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണം. മരണത്തിന് ശേഷം എന്താണ് ഉണ്ടാകുന്നത്? നരകം. കെടാത്ത തീയും ചാകാത്ത പുഴുക്കളുമുള്ള നരകം. അവിടേക്ക് നീ പോകാതിരിക്കണമെങ്കിൽ ഒന്നാമതായി യേശു ക്രിസ്തു നിന്റെ പാപത്തെ ക്ഷമിക്കണം. ആ പാപം ക്ഷമിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതം നടന്നാലും, നിന്റെ കുടുംബത്തിൽ അത്ഭുതം നടന്നാലും, സാമ്പത്തിക മേഖലയിൽ അത്ഭുതം നടന്നാലും അത് നിലനിൽക്കുകയുള്ളൂ. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നതായ അത്ഭുതം. ഇത് കൈക്കൊള്ളുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഒരു നിമിഷം വരും, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. യഥാർത്ഥമായുള്ള അത്ഭുതം എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന മനസ്സ് ഞങ്ങൾക്ക് തരയണമേ. പാപത്തിൽ നിന്നുള്ള രക്ഷയാണ് യഥാർത്ഥമായ അത്ഭുതം. പാപത്തിന് കിട്ടുന്ന ക്ഷമയാണ് യഥാർത്ഥമായ അത്ഭുതം. ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നതാണ് യഥാർത്ഥമായ അത്ഭുതം. ഞങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നതാണ് യഥാർത്ഥമായ അത്ഭുതം. പ്രാർത്ഥനയിൽ ഒരുമിച്ചു കൊണ്ടിരിക്കുന്നതായ സകല വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ. അവരുടെ കുടുംബാംഗങ്ങൾ എവിടെയായിരുന്നാലും, ഭാര്യ എവിടെയാണെങ്കിലും, ഭർത്താവ് എവിടെയാണെങ്കിലും, മക്കൾ എവിടെയാണെങ്കിലും, അയ്യോ കർത്താവേ, രക്ഷിക്കണമേ. കുടുംബമായിട്ട് നിന്നെ സേവിക്കുവാനുള്ള ഭാഗ്യം, കുടുംബമായിട്ട് ഈ ഭൂമിയിൽ നിന്റെ സാക്ഷികളായി ജീവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. അത്ഭുതം ചെയ്യണമേ. ഞങ്ങളുടെ സകല ആവശ്യങ്ങളും നിറവേറ്റണമേ. ഞങ്ങളുടെ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും വിടുവിക്കണമേ. ജോലിയുടെ പ്രശ്നത്തിൽ നിന്നും വിടുവിക്കണമേ. കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കണമേ. മക്കൾ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ഏത് പ്രശ്നമാണോ ഞങ്ങളുടെ സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുന്നത്, പിശാചിൻ്റെ ഏത് തന്ത്രമാണോ, ദുഷ്ടന്റെ ഏത് പ്രവൃത്തികളാണോ ഞങ്ങളുടെ സമാധാനം കെടുത്തുന്നത്, ഞങ്ങളെ ഭയപ്പെടുത്തുന്നത്, അവയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അങ്ങനെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് നിനക്ക് തന്നെ സകല മഹത്വവും പുകഴ്ചയും, നിനക്ക് തന്നെ സകല പുകഴ്ചകളും എന്നേക്കും അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kokatpalli, Hyderabad 72.